നമസ്കാരം. കോൺഗ്രസിലെ വി.ഡി. സതീശൻ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖറെ ഭയപ്പെടുന്നത്? ബി.ജെ.പി. ഇപ്പോൾ പഴയ ബി.ജെ.പി. അല്ല എന്നുള്ളത് വി.ഡി. സതീശന് നന്നായിട്ടറിയാം. കെ. സുരേന്ദ്രനോ മുരളീധരനോ അല്ല ബി.ജെ.പിയെ നയിക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദി കൂട്ടുകെട്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിലേക്ക് വിട്ടിരിക്കുന്നത്. പ്രഖ്യാപിതമായിട്ടുള്ള ചില ലക്ഷ്യമുണ്ട്, അത് നേടിയെടുത്ത് താൻ മടങ്ങൂ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത്. ഇതുതന്നെയാണ് കേരളത്തിലെ ഇരു മുന്നണികളെയും ഭയപ്പെടുത്തുന്നത്. ഇരു മുന്നണികളിൽ കൂടുതൽ ഭയപ്പാടുണ്ടാകുന്നത് വി.ഡി. സതീശനാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കാണ്. കാരണം കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണഭോക്താക്കളാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് UDF ആണ്, കോൺഗ്രസ്സുകാരാണ്. പക്ഷെ അത് വേണ്ടത്ര തരത്തിൽ ആ ഗുണഭോക്താക്കളായി മാറാൻ UDFന് സാധിക്കത്തില്ല എന്നുള്ളത് UDFന് തന്നെ നന്നായിട്ട് അറിയാം. കാരണം ബി.ജെ.പി. കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2024 കണക്കനുസരിച്ച് പറയുന്നത് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. 1-ാം സ്ഥാനം നിൽക്കുന്നു, 18 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ കടുത്ത നീക്കമാണ് നടത്തുന്നത്. അതായത് 40 നിയമസഭാ മണ്ഡലങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതിൽ 20 നിയമസഭാ മണ്ഡലങ്ങൾ വിജയസാധ്യതയുള്ള മണ്ഡലമായിട്ട് തന്നെ കണ്ടുള്ള പ്രവർത്തനമാണ് നീക്കം തുടങ്ങിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ വികസിത കേരളം എന്നുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ചെന്ന് ബി.ജെ.പിയുടെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംവദിച്ച് അത് ഏറ്റവും താഴെത്തട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അതായത് പലതരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതികളും താഴേക്കിടയിൽ എത്തണം. ബി.ജെ.പിയുടെ പാർട്ടി കേന്ദ്രങ്ങൾ സേവാ കേന്ദ്രങ്ങളായി മാറണം. വെറും ഒരു പാർട്ടി ഓഫീസ് മാത്രമായിട്ട് അധപ്പതിക്കാതെ അത് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന കേന്ദ്രങ്ങളായി മാറുക, അവർക്ക് വേണ്ട തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുക, പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളെക്കുറിച്ചും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഇത് പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഫലം കണ്ടു തുടങ്ങും. താഴെത്തട്ടിലേക്ക് അത് എത്തുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു തുടർ പ്രതിഫലനമായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഈ നീക്കം വി.ഡി. സതീശൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറിൻ്റെ അടുക്കൽ പറയുന്നത്, രാജീവ് ചന്ദ്രശേഖറിന് മുണ്ടുടുക്കാൻ അറിയില്ല, മലയാളം പറയാൻ അറിയില്ല എന്ന്. ഇതെത്ര തരത്തിലുള്ള രാഷ്ട്രീയ വർത്തമാനമാണ് നടത്തുന്നത്? മുണ്ടുടുക്കാൻ അറിയുന്ന കോൺഗ്രസ്സുകാർ ഇത്രയും കാലമായിട്ട് എന്താ ചെയ്തത്? 10 വർഷമാകാൻ പോവുകയാണല്ലോ പിണറായി വിജയൻ അധികാരത്തിലിരിക്കാൻ തുടങ്ങിയിട്ട്. 2021 മുതൽ നിരവധി പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. പ്രതിപക്ഷത്തിന് കിട്ടിയില്ലേ? എത്ര വടി നിങ്ങളുടെ കയ്യിൽ കിട്ടി? അപ്പോൾ നിങ്ങൾ മുണ്ടുടുത്തിരിക്കുകയല്ലായിരുന്നോ? നിങ്ങൾക്ക് എന്താ മുണ്ട് പിടിക്കാൻ പോയത് കൊണ്ടാണോ വടി കൊണ്ടുവരെ തല്ലാൻ കഴിയാതെ പോയത്? എന്താ മിസ്റ്റർ വി.ഡി. സതീശ നിങ്ങൾ പറയുന്നത്? മുണ്ടിലല്ല നിങ്ങളുടെ രാഷ്ട്രീയം കാണേണ്ടത്. പാൻറ്റും കോട്ടും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെന്താ രാഷ്ട്രീയം പറയാമെന്നാണോ അതിൻ്റെ അർത്ഥം? ശശി തരൂർ 2009 മത്സരിക്കാൻ വന്നപ്പോൾ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണല്ലോ, ഇതാരാണ്, ഏത് വിശ്വപൗരനാണ്, ഡൽഹി നായര് ഞങ്ങൾ അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞില്ലേ, മലയാളം അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ 2009 മുതൽ 2009-ലും 2014-ലും 2019-ലും 2024-ലും നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് പലപ്പോഴും തലവേദന വരെ സൃഷ്ടിച്ചിട്ടില്ലേ? നിങ്ങൾ താഴത്തിട്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ അസഹിഷ്ണുത ഉണ്ടാകാൻ കാരണം, നിങ്ങളുടെ സ്വൈര്യം കെടാൻ കാരണം മറ്റൊന്നുമല്ല. ക്രൈസ്തവ സഭ ഒന്നടങ്കം നിങ്ങളിൽ നിന്ന് അകന്നു.
അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. നിങ്ങളെ ഭരിക്കുന്നത് ആരാണ്? മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ആണ് കാര്യങ്ങളെല്ലാം തീർച്ചപ്പെടുത്തുന്നത്. UDF-ലെ പാണക്കാട്ട് തങ്ങൾ സ്വീകരിക്കും. പാണക്കാട്ട് തങ്ങളുടെ മുമ്പിൽ പോയി നിങ്ങളെല്ലാം കുമ്പിട്ട് വണങ്ങുമല്ലോ. സാഷ്ടാംഗം നമസ്കരിക്കാത്ത ഏതെങ്കിലും കോൺഗ്രസ് നേതാവുണ്ടോ? അപ്പോൾ മിസ്റ്റർ സതീശ, നിങ്ങൾ പറയുന്നതിൽ എപ്പോഴും കാര്യങ്ങൾ ആലോചിച്ച് വേണം പറയാൻ. BJP കേരളത്തിൽ എന്തുകൊണ്ട് മുന്നേറുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഒരു കഴിവുകേട് തന്നെയാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളത് CPM തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അവരുടെ കേന്ദ്രങ്ങളിൽ പോലും BJP ഇടം പിടിക്കുന്നു എന്ന് MV ഗോവിന്ദൻ ഞെട്ടലോടുകൂടി പറയുകയാണ്. ഈഴവ വോട്ടുകൾ ചോർന്നു. ആ ഈഴവ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഹിന്ദു പ്രീണനം നടത്തുന്നത്. അതിനെക്കുറിച്ച് എന്താ നിങ്ങളൊന്നും പറയാത്തത്? അപ്പോൾ തീർച്ചയായിട്ടും BJP ഇവിടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയല്ല 2026 ചെയ്യാൻ പോകുന്നത്, സീറ്റ് പിടിക്കും. അപ്പോൾ നിങ്ങളുടെ മോഹങ്ങളെല്ലാം കെട്ടുപോകും. അതോടുകൂടി 2026 ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കും, ഉറപ്പാണ്. UDF എന്ന് പറയുന്ന ആ ഐക്യജനാധിപത്യ മുന്നണി ശിഥിലമാകും. പലരും അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകും. ലീഗിന് പോയേ പറ്റൂ. അതുപോലെ തന്നെ മറ്റു ചിലരെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലേ? ജോസ് കെ മാണിയെയും മറ്റുമൊക്കെ. നടക്കില്ല. ജോസ് കെ മാണി ഇപ്പോൾ ഇനി അവിടെ തന്നെ അങ്ങ് തുടരും. കാരണം പിണറായിക്ക് ചിലപ്പോൾ ഹാട്രിക്ക് വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഭാവിയിൽ BJP-യിലേക്ക് പോവുകയും ചെയ്യും. അത് വേറെ കാര്യം. ഇരു മുന്നണികളിലുമുള്ള ഘടകകക്ഷികൾ NDA-യിലേക്ക് വരും. NDA മുന്നണി വിപുലീകരണമായിരിക്കും ഇനിയും രാജീവ് ചന്ദ്രശേഖർ നടത്താൻ പോകുന്നത്. ഇത് BJP-ക്ക് അനുകൂലമായിട്ടിരുന്ന് പറയുന്നു എന്ന് നിങ്ങൾ കരുതരുത്. ഇത് കേരളത്തിലെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ആ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ കൂടുതൽ പറയുമ്പോൾ ഉടനെ പറയും, നിങ്ങളുടെ ചാനല് സംഘിയാണെന്ന് പറയും. അല്ല, ഈ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് VD സതീശ മുണ്ടെടുക്കുന്നതിലല്ല കാര്യം. അത് കോട്ടിട്ടാലും സൂട്ടിട്ടാലും കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും കഴിയണം. അല്ലാതെ മുണ്ടിലല്ല നിങ്ങൾ രാഷ്ട്രീയം കാണേണ്ടത്. നിങ്ങൾ പെരുപ്പിച്ച് മസിലുമൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കും, ഒരു അമൂൽ ബേബികളെ പോലെ നടക്കും. അപ്പോൾ നിങ്ങളുടെ വിചാരം അതാണ് രാഷ്ട്രീയമെന്ന്. അത് കോൺഗ്രസ് രാഷ്ട്രീയം, ഇത് BJP ആണ് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക.